ഹലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസ് വെച്ചിട്ട് ഇംഗ്ലീഷ് പഠിച്ചു. ഇന്ന് നമുക്ക് ചെരുപ്പ് വെച്ചിട്ട് ഇംഗ്ലീഷ് പഠിക്കാം. ചെരുപ്പ് വെച്ചിട്ടെന്ന് വെച്ചാൽ പണ്ടത്തെ ഒരു BBC ആർക്കൈവ്സ് നോക്കിയപ്പോഴേ ഒരു വീഡിയോ കണ്ടു. ഒരു പ്രത്യേകതരം സ്ലിപ്പേഴ്സ് അതിനെക്കുറിച്ചുള്ളൊരു റിപ്പോർട്ട്. അപ്പോൾ അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ന്യൂസിൽ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ഇങ്ങനെ ട്രംപ് ഇങ്ങനെ ചെയ്തു, അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയല്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത്. ആ വീഡിയോ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഷൂസ് ഇട്ടിട്ട് അതിനെക്കുറിച്ച് പറയണതും ഇടുന്നതിനെക്കുറിച്ച് പറയണതും അങ്ങനെ നമ്മുടെ നോർമൽ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോഴ്സൊക്കെ എടുക്കാറുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അവസാനം പറയാം. അല്ലെങ്കിൽ നിങ്ങൾ കോമൻറ്റ് നോക്കിയാൽ മതി. അതിൽ ഡീറ്റെയിൽസ് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. Today, though, I've got lovely warm feet because I've got some slippers on. എന്താ അവർ പറഞ്ഞത്? ടുഡേ ദോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാണെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയില്ല. അത് ടുഡേ ദോ ഐവ് ഗോട്ട് ലവ്ലി വാം ഫീറ്റ്. നല്ല വാം ആയിട്ടുള്ള ഫീറ്റ് ഉണ്ട്. നല്ല സുഖമുള്ള നല്ല വാം ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഈ തണുപ്പ് കാലത്തൊക്കെ കുറച്ച് കാല് തണുത്തു പോകും. അപ്പം നമുക്ക് കുറച്ച് വാം ആക്കി വെക്കാൻ പറ്റിയ നല്ല സുഖമാണേ. അപ്പം ലവ്ലി വാം ഫീറ്റ്, പാദങ്ങൾ. ബിക്കോസ് എന്താ കാരണം? ഐവ് ഗോട്ട് സം സ്ലിപ്പേഴ്സ് ഓൺ. ഞാൻ വീട്ടിലിടുന്ന ചെരുപ്പില്ല, അതിനാണ് സ്ലിപ്പേഴ്സ് എന്ന് പറയാം. ഞാൻ സ്ലിപ്പേഴ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഐവ് ഗോട്ട് സം സ്ലിപ്പേഴ്സ് ഓൺ. അപ്പോൾ ഐവ് ഗോട്ട് ഓൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഐവ് ഗോട്ട് സം സ്ലിപ്പേഴ്സ് ഓൺ. അപ്പോൾ ഗോട്ട് ഓണിൻ്റെ ഇടയിൽ എന്താണ് ഇട്ടത് എന്നുള്ളത് പറയുകയാണേ. ഐവ് ഗോട്ട് സം സ്ലിപ്പേഴ്സ് ഓൺ. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണ്? ഷീ ഈസ് സേയിങ് ദാറ്റ് ഹർ ഫീറ്റ് ആർ വാം because she's wearing slippers. Today, though, I've got lovely warm feet because I've got some slippers on. They're a new idea from Japan, and they've actually got fires, each one under the sole, which you can light. They're a new idea from Japan. എവിടുന്ന് വന്നാണ്? ജപ്പാനിൽ വന്നാണ് ഐഡിയ ആണ്. They are a new idea from Japan, and they've actually got fires, each one under the sole, which you can light. സ്ലിപ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ? വീട്ടിലിടുന്ന ഷൂസ്. സോൾ എന്ന് വെച്ചാൽ അറിയില്ലേ? നമ്മുടെ ഷൂസിൻ്റെ അടിയിലത്തെ ഭാഗത്തിനെ സോൾ എന്ന് വിളിക്കുക. എന്താണ് ആൾ ആള് പറയണേ? ഐഡിയ എവിടുന്ന? ജപ്പാനിന്ന്. ദേ ആർ എ ന്യൂ ഐഡിയ ഫ്രം ജപ്പാൻ ആൻഡ് ദേവ് എന്ന് വെച്ചാൽ ദേ ഹാവ്. അപ്പം നമ്മൾ ദേ ഹാവ് എന്നുള്ളത് എപ്പോഴും ചുരുക്കിയാൽ പറയാം. ദേ ഹാവ് ആക്ച്വലി ഗോട്ട് എന്താ ഉള്ളത്? ഫയേഴ്സ്. ഫയർ തീ. ഫയേഴ്സ് ഈച്ച് വൺ അണ്ടർ ദ സോൾ. സോളിൻ്റെ അടിയിൽ ഫയേഴ്സ് ഉണ്ടെന്ന്. വിച്ച് യു ക്യാൻ ലൈറ്റ്. കത്തിക്കാൻ പറ്റുന്ന ഫയർ. അതാണ് സംഭവം. അപ്പോൾ അവർ കാണിച്ചു തരുന്നത്. ദീസ് ജാപ്പനീസ് സ്ലിപ്പേഴ്സ് ഹാവ് എ സ്മോൾ ഫയർ അണ്ടർ ദ സോൾ that you can light. ലൈറ്റ് എന്ന് വെച്ചാൽ തീ പിടിപ്പിക്കാൻ പറ്റുന്നത്. വിച്ച് യു ക്യാൻ സെറ്റ് ഓൺ ഫയർ. അപ്പോൾ തീ പിടിപ്പിക്കുക എന്നുള്ളതിന് ടു ലൈറ്റ് അല്ലെങ്കിൽ ടു സെറ്റ് ഓൺ ഫയർ എന്നൊക്കെ പറയാം. മനസ്സിലായല്ലോ? തീ പിടിപ്പിക്കാൻ പറ്റുന്ന ചെരുപ്പുകളാണിത്. അവർ അടുത്തെന്താ പറയണേ? Well, my left foot is actually already a light. Well, my left foot is actually already a light. എൻ്റെ അർത്ഥം എന്താ? എന്തെങ്കിലും ഒരു സംഭവം ലൈറ്റ് ആണെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബേണിങ് അല്ലെങ്കിൽ ഇറ്റ്സ് ഓൺ ഫയർ എന്നാണ് അർത്ഥം. ഭയങ്കര ഓൾഡ് ഫാഷൻഡ് ആയിട്ടുള്ളൊരു പറച്ചിലാണിത്. ഇപ്പോൾ ഒന്നും ആരും ഓൾറെഡി ലൈറ്റ് എന്നൊന്നും പറയാറില്ല. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് ഫുട്ട്, ഇടത് പാദത്തിലെ ഷൂസില്ലേ, അതിൽ ഓൾറെഡി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഓൾറെഡി വാം ആണ്. ഹർ ലെഫ്റ്റ് സ്ലിപ്പർ ഇസ് ഓൾറെഡി ബേണിങ് gently. അടുത്തെന്താ പറയണേ? Well, my left foot is actually already a light. It's glowing away and I've got a lovely warm foot. But it's glowing away and I've got a lovely warm foot. glowing away എന്ന് വെച്ചാൽ എന്താ? ബേണിങ് ജെന്റ്ലി എന്നുള്ളൊരു അർത്ഥമാണ്. പതുക്കെ കത്തുക. ഒരു സോഫ്റ്റ് ലൈറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് പതുക്കെ ഇങ്ങനെ കത്തുന്നതിനാണ് ഗ്ലോയിങ് അവേ. അപ്പോൾ എന്താ പറയുന്നത്? ഇറ്റ്സ് ബേണിങ് സ്ലോലി ആൻഡ് കീപ്പിംഗ് ഹെർ ഫുട്ട് വാം. നമ്മൾ ഇടതുകാലിൽ ഓൾറെഡി കത്തുന്നുണ്ടെന്ന് പറഞ്ഞ സാധനം
ഇട്ടപ്പോൾ കാലിന് നല്ല സുഖമുണ്ട്, നല്ലൊരു വാംത്തൊക്കെ ഉണ്ടെന്നാണ് പറയണത്. അടുത്തെന്താ പറയണേ? This one I've left unlit so I can show you how it works, because once they warm up it gets quite hot and it's rather difficult to touch them. This comes out. But this one I've left unlit so I can show you how it works, because once they warm up it gets quite hot and it's rather difficult to touch. Unlit എന്ന് വെച്ചാൽ എന്താ? കത്താത്തത്. ലിറ്റ് എന്ന് വെച്ചാൽ കത്തുന്നത്. അൺലിറ്റ് എന്ന് വെച്ചാൽ കത്താത്തത്. ഇനി ഒന്ന് നോക്കിയേ. ബിക്കോസ് ദിസ് വൺ ഐ ഹവ് ലെഫ്റ്റ് അൺലിറ്റ്. ഈ ഒരെണ്ണം കത്തിച്ചിട്ടില്ലേ ഇടത് കാലിലെ? അപ്പോൾ മറ്റൊരെണ്ണം ടു ലീവ് അൺലിറ്റ് എന്ന് വെച്ചാൽ കത്താതെ ഇട്ടിരിക്കുക. അപ്പോൾ അതിൽ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റിൻ്റെ ലെഫ്റ്റ് അല്ല കേട്ടോ, ലീവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ലെഫ്റ്റ്. അതാണ് അവിടെ. ഐ ഹവ് ലെഫ്റ്റ് ഇറ്റ് ഓപ്പൺ എന്ന് പറയില്ലേ, ഞാൻ ആ സാധനം തുറന്നു വെച്ചിരിക്കുകയാണ്. ഐ ഹവ് ലെഫ്റ്റ് ഇറ്റ് ഓപ്പൺ. അതുമാതിരി ഐ ഹവ് ലെഫ്റ്റ് അൺലിറ്റ്, കത്തിക്കാതെ വെച്ചിരിക്കുകയാണ്. സോ എന്തിനാ? ഐ ക്യാൻ ഷോ യു, എനിക്ക് കാണിക്കാമല്ലോ നിങ്ങൾക്ക്, ഹൗ ഇറ്റ് വർക്ക്സ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്ന് എനിക്ക് കാണിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. ബിക്കോസ് കാരണം പറയണം എന്താ? വൺസ് ദേ വാം അപ്പ്, അവർ ഒന്ന് ചൂട് പിടിച്ച് വരുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് ക്വയറ്റ് ഹോട്ട്, നല്ല ചൂടാവും അത്. ക്വയറ്റ് ഹോട്ട് എന്ന് വെച്ചാൽ വെരി ഹോട്ട് എന്നുള്ള അർത്ഥമാണ്. ഇറ്റ് ഗെറ്റ്സ് വെരി ഹോട്ട് അല്ലെങ്കിൽ ക്വയറ്റ് ഹോട്ട് ആൻഡ് ഇറ്റ്സ് റാദർ ഡിഫിക്കൾട്ട് ടു ടച്ച്. അപ്പം അങ്ങനെ ചൂട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിലേ അതെടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല, മനസ്സിലായോ? സോ അത് ഒരെണ്ണം കത്തിക്കാണ്ട് ഇട്ടിട്ടുണ്ട്. എന്തിനാണ്? സോ ദാറ്റ് ഐ ക്യാൻ ഷോ യു, കാണിച്ചു തരാൻ പറ്റും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന്. കാരണം അത് കത്തി തുടങ്ങിയാൽ പിന്നെ അത് എടുത്ത് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടായിരിക്കും. She's kept the right one off so she can demonstrate how it works, because once it's hot it's hard to handle. അടുത്തത് എന്താ പറയണേ? And this comes out, and if I pull this out and open it up, you can see that in here, I can get it off, and this comes out, and if I pull this out and open it up, you can see that in here I can get it off. എന്താ പറയണത്? She's pulling out a part of the slipper to show what's inside. And this comes out. ഇത് പുറത്തേക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന. And if I pull this out, എന്നിട്ട് ഇത് പുറത്തേക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ, വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, pull this out and open it up, എന്നിട്ട് തുറന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ you can see, കാണാൻ പറ്റും എന്താ? That in here, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഐ ക്യാൻ ഗെറ്റ് ഇറ്റ് ഓഫ്, പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ആ സെൻറ്റൻസിൽ അവർ പറഞ്ഞത്, മനസ്സിലായോ? ഷീസ് പുള്ളിങ് ഔട്ട് എ പാർട്ട് ഓഫ് ദ സ്ലിപ്പർ ടു ഷോ യു വാട്ട്സ് ഇൻസൈഡ്. അടുത്തെന്താ പറയണേ? there's a little block of charcoal. I'll just put that down on the floor for a moment so I can light it. There's a little block of charcoal. ആ സാധനമാണ്, ആ കണ്ടില്ലേ ഒരു കറുത്ത സാധനം, അതാണ് ചാർക്കോൾ. കോളിൻ്റെ ഒരു സാധനമാണ് ചാർക്കോൾ. നമ്മൾ കൽക്കരി എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനം. ഒറിജിനൽ കൽക്കരി അല്ല, ചാർക്കോൾ സ്റ്റിക്സ് ആയിട്ട് കിട്ടുമായിരുന്നു അന്ന്. ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ ഒരു ടൈമിലൊന്നും ചാർക്കോൾ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇത് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ചാർക്കോളാണ് യൂസ് ചെയ്യണേ. ദസ് എ ലിറ്റിൽ ബ്ലോക്ക് ഓഫ് ചാർക്കോൾ, എൻ്റെ ഉള്ളിലൊരു ബ്ലോക്ക് ഓഫ് ചാർക്കോൾ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഉണ്ട്, ഇപ്പോൾ ഒന്ന് പറയുക, ദസ് ഈ സാധനം, എന്ത് എ ലിറ്റിൽ ബ്ലോക്ക് ഓഫ് ചാർക്കോൾ, ദസ് മാൻ ഔട്ട്സൈഡ്, പുറത്തൊരാളുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ട്, അതൊരാളായിക്കോട്ടെ, എന്തെങ്കിലും ഒരു സീക്രട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാലിൻ്റെ ഷൂസിനുള്ളിലൊരു ബ്ലോക്ക് ഓഫ് ചാർക്കോൾ ആയിക്കോട്ടെ, there is എന്ന് പറഞ്ഞിട്ട് പറയാം. there's a little block of charcoal. I'll just put that down on the floor for a moment. I'll just put that down. ഞാൻ നിലത്തിടാം, ഓൺ ദ ഫ്ലോർ, നിലത്തത് വെക്കാൻ തൽക്കാലത്തേക്ക്, ഫോർ എ മോമെൻറ്റ്, ഒരു നിമിഷത്തേക്ക്. എന്തിനു വേണ്ടിയിട്ടാ? സോ ഐ ക്യാൻ ലൈറ്റ് ഇറ്റ്, എനിക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഐ ക്യാൻ ഡൂ ദിസ്, സോ ഐ ക്യാൻ ലൈറ്റ് ഇറ്റ്. അത് കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു നിമിഷം ഞാൻ എടുത്തിട്ട് അത് ഫ്ലോറിൽ വെക്കാം. ഓക്കെ, അപ്പോൾ ഈ ചാർക്കോളൊക്കെ സ്ലോ ബേണിങ്ങിന് നല്ലതാണ്. അപ്പോൾ അതാണ് ചാർക്കോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്? ദ ഹീറ്റിംഗ് പാർട്ട് ഇസ് എ പീസ് ഓഫ് ചാർക്കോൾ വിച്ച് യു ലൈറ്റ് ടു വാം ദ സ്ലിപ്പർ. ആ ചാർക്കോൾ കത്തിച്ച് ആണ് ആൾ സ്ലിപ്പർ വാം ആക്കാൻ പോണത്. അടുത്തെന്താ പറയണേ? And what you do is to light this,
And it doesn't actually sort of burst into flames, it begins to smoulder. ബേസ്റ്റ് ഇൻ ടു ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് ഇങ്ങനെ തീ പിടിച്ചിട്ട് നല്ല ശക്തിയായിട്ട് കത്തില്ലേ, അതാണ് ബേസ്റ്റ് ഇൻ ടു ഫ്ലെയിംസ്. ഇപ്പോൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ, കെരസിൻ ഇതൊക്കെ തീട്ട പപ്പടേ എന്നുകൊണ്ട് കത്തും എന്ന് പറഞ്ഞിട്ട്, അതുപോലെ അതാണ് ബേസ്റ്റ് ഇൻ ടു ഫ്ലെയിംസ്, ടു ക്യാച്ച് ഫയർ സഡൻലി ആൻഡ് സ്ട്രോങ്ലി. സ്മോൾഡർ അതിനർത്ഥം എന്താ? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, പതുക്കെ ഇങ്ങനെ എരിഞ്ഞെരിഞ്ഞ് കത്തില്ലേ, പുകയുണ്ടാവും പക്ഷെ ഫ്ലെയിം ഒന്നും ഇല്ലാണ്ട്, അതാണ് സ്മോൾഡർ. ഇനി നമുക്കൊന്നുകൂടെ വായിച്ചു നോക്കാം. ആൻഡ് വാട്ട് യു ഡൂ ഇസ്, എന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട്, ആൻഡ് വാട്ട് യു ഡൂ ഇസ് ടു ലൈറ്റ് ദിസ്, കത്തിക്കുക, ലൈറ്റ് ചെയ്യാന്ന് വെച്ചാൽ കത്തിക്കുക. ആൻഡ് ഇറ്റ് ഡസൻ ആക്ച്വലി സോർട്ട് ഓഫ് ബേസ്റ്റ് ഇൻ ടു ഫ്ലെയിംസ്. അത് ഇങ്ങനെ കത്തി പടരൊന്നുമില്ല അല്ലേ, ബേസ്റ്റ് ഇൻ ടു ഫ്ലെയിംസ് ചെയ്യൊന്നുമില്ല. ഈ സോർട്ട് ഓഫ് എന്ന് വെച്ചാൽ അവർ നമ്മൾ സംസാരിക്കുമ്പോൾ സോർട്ട് ഓഫ്, കൈൻഡ് ഓഫ് എന്നുള്ള വാക്കുകളൊക്കെ വരും. ഇറ്റ് ഡസൻ ആക്ച്വലി സോർട്ട് ഓഫ് ബേസ്റ്റ് ഇൻ ടു ഫ്ലെയിംസ്. ശരിക്കും അതിങ്ങനെ ഒരുമാതിരി കത്തി പടരൊന്നുമില്ല എന്നൊക്കെ പറയില്ലേ, ഒരുമാതിരി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഈ സോർട്ട് ഓഫ്. ആൻഡ് ഇറ്റ് ഡസൻറ്റ് ആക്ച്വലി വെച്ചാൽ ശരിക്കും അത് ഒരുമാതിരി കത്തി ഇങ്ങനെ പടരൊന്നുമില്ല, അല്ലെങ്കിൽ കത്തി ഇങ്ങനെ പെട്ടെന്ന് ബും എന്ന് വെച്ചാൽ കത്തൊന്നുമില്ല. ആൻഡ് ഇറ്റ് ഡസൻറ്റ് ആക്ച്വലി സോർട്ട് ഓഫ് ബേസ്റ്റ് ഇൻ ടു ഫ്ലെയിംസ്. എന്താ ചെയ്യണേ? ഇറ്റ് ബിഗിൻസ് ടു സ്മോൾഡർ. അതിങ്ങനെ എരിയാൻ തുടങ്ങും, കത്തി എരിയും ചെറുതായിട്ട് ഇങ്ങനെ അങ്ങനെ തുടങ്ങും. സോ ദ ചാർക്കോൾ ബേൺസ് ജെന്റ്ലി, ഇറ്റ് ഡസൻറ്റ് ക്യാച്ച് ഫയർ സഡൻലി. അടുത്തെന്താ പറയണേ? And it burns for about 10 hours, which is quite a long time to have warm toes. And it burns for about 10 hours, which is quite a long time to have warm toes. Toes എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ കാലിലെ വിരലുകൾക്ക് ഫിംഗേഴ്സ് എന്നല്ല പറയാം, ടോസ് എന്നാണ് പറയാം. ഓക്കെ. ആൻഡ് ഇറ്റ് ബേൺസ് ഫോർ അബൌട്ട് 10 hours. ഒരു 10 മണിക്കൂറൊക്കെ ഇതിങ്ങനെ കത്തും. ആൻഡ് ഇറ്റ് ചാർക്കോൾ ബേൺസ് ഫോർ ഏകദേശം അബൌട്ട് 10 hours, വിച്ച് ഇസ് ക്വൈറ്റ് എ ലോങ് ടൈം. ഒരു അത്യാവശ്യം നല്ല നീണ്ട സമയം തന്നെയാണത് അല്ലേ, ക്വൈറ്റ് എ ലോങ് ടൈം. എന്തിന്? ടു ഹാവ് വാം ടോസ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് 10 മണിക്കൂറോളം ഏകദേശം അത് കത്തുന്നുണ്ട്, നല്ല വാം ടോസ് കുറേ നേരത്തേക്ക് കിട്ടും നമുക്ക് അല്ലേ. ദ ചാർക്കോൾ സ്റ്റേസ് വാം ഫോർ 10 hours, വിച്ച് ഇസ് പെർഫെക്റ്റ് ഫോർ കോസി ഫീറ്റ്. കോസി എന്ന് വെച്ചാൽ നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ഫീറ്റ്. അടുത്തെന്താ പറയണേ? I think that's a light. It's a bit difficult to tell. It just starts to sort of burn gently on the edge there. എ ലൈറ്റ് എന്ന് വെച്ചാൽ എന്താ? ബേണിങ് എന്നാണ് അർത്ഥം. എ ലൈറ്റ് അല്ല, 2 വാക്കുകളല്ലത്. എ ലൈറ്റ്. ഐ തിങ്ക് ദാറ്റ്സ് എ ലൈറ്റ് എന്ന് വെച്ചാൽ അത് കത്തുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് എ ബിറ്റ് ഡിഫിക്കൾട്ട് ടു ടെൽ. കുറച്ച് ബുദ്ധിമുട്ടാണ് പറയാൻ അല്ലേ. ഇറ്റ്സ് എ ബിറ്റ് ഡിഫിക്കൾട്ട് ടു ടെൽ എന്ന് വെച്ചാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്, അതുകൊണ്ട് പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ പറയാം, കത്തുന്നുണ്ടെന്ന് ഉറപ്പിച്ചങ്ങനെ പറയാൻ പറ്റില്ല, ഒത്തിരി ബുദ്ധിമുട്ടാണത് പറയാൻ, മനസ്സിലാവാത്തതുകൊണ്ടാണ് കേട്ടോ. ഇറ്റ് ജസ്റ്റ് സ്റ്റാർട്ട്സ് ടു സോർട്ട് ഓഫ് ബേൺ ജെന്റ്ലി ഓൺ ദ എഡ്ജ് ദെയർ. സോർട്ട് ഓഫ് അവിടെ വന്നു, അതൊരുമാതിരി എന്ന് പറയില്ലേ, അത് തന്നെ. ഇറ്റ് ജസ്റ്റ് സ്റ്റാർട്ട്സ് ടു സോർട്ട് ഓഫ് ബേൺ ജെന്റ്ലി. അതൊരുമാതിരി ഇങ്ങനെ പതുക്കെ ബേൺ ചെയ്യാൻ തുടങ്ങുകയാണ്. ഓൺ ദ എഡ്ജ് ദെയർ, ആ എഡ്ജിൽ. ഷീസ് ചെക്കിംഗ് ഇഫ് ദ ചാർക്കോൾ ഹാസ് സ്റ്റാർട്ടഡ് ബേണിംഗ്. ഇറ്റ് ഗ്ലോസ് ഓൺ ദ എഡ്ജസ് വെൻ ഇറ്റ്സ് വർക്കിംഗ്. അടുത്തെന്താ പറയണേ? You put that in there, and they do say it won't burst into flames, but should that happen by any chance, you've actually got round here a built-in sort of fireproof glass fibre. മനസ്സിലായോ? You put that in there, and they do say it won't burst into flames, but should that happen by any chance, you've actually got round here a built-in sort of fireproof glass fiber. They do say എന്ന് വെച്ചാൽ അർത്ഥം, ആൾക്കാർ അങ്ങനെ ക്ലെയിം ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം ആൾക്കാർ പറയാറ്. എന്ന് വെച്ചാൽ അതിൻ്റെ അതോറിറ്റീസ്, അങ്ങനെ നാട്ടുകാർ പറയുന്ന കാര്യമല്ല, ഈ കാര്യം ആയതുകൊണ്ട് ഈ ജാപ്പനീസ് ഉണ്ടാക്കിയില്ലേ അവർ ക്ലെയിം ചെയ്യുന്നതായിരിക്കും. ആൾക്കാർ പറയണത് ഇത് അങ്ങനെ തീ പിടിക്കില്ല എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാർ പറയില്ല എന്ന് ചിലപ്പോൾ പറയില്ല, അവർ പറയണത് തീ പിടിക്കില്ല എന്നാ. അപ്പം അവരെന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയ ആൾക്കാരെന്നല്ല അർത്ഥം. അതേമാതിരി തന്നെ ഇവിടെ ദേ ഡൂ സേ എന്ന് പറയുമ്പം അവർ പറയണ കാര്യം എന്നാണ് പറയണേ. അപ്പോൾ ഒന്നുകൂടെ നോക്കി നോക്കാം. ഇത് ചിലപ്പോൾ ഇത്തിരി സ്പീഡിൽ പറയുമ്പോഴേ നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ സ്പീഡിലെ കോൺവെർസേഷൻസ് കേട്ടിട്ടുണ്ട്. എനിക്ക് UK ഇടുന്ന കുറേ സ്റ്റുഡൻസ് ഇങ്ങനെ പറയാറുണ്ട്, ഒരക്ഷരം പറയുന്നത് മനസ്സിലാവുന്നില്ല എന്ന്. അത് നമുക്ക് ലിസണിങ് പ്രോപ്പർ ആവണമെങ്കിൽ കുറേ ലിസൺ ചെയ്യണം.
യു പുട്ട് ദാറ്റ് ഇൻ ദെയർ, അത് അവിടെ വെക്കുക, അങ്ങോട്ട് വെക്കുക. ആൻഡ് ദേ ഡു സേ ഇറ്റ് വോണ്ട് ബേഴ്സ്റ്റ് ഇൻ ടു ഫ്ലെയിംസ്. അവർ പറയണത് ഇതിങ്ങനെ കത്തിപ്പിടിക്കൊന്നുമില്ല. ബട്ട് ഷുഡ് ദാറ്റ് ഹാപ്പൻ ബൈ എനി ചാൻസ്, പക്ഷേ ഇനി എന്തേലും കാരണവശാൽ, ബൈ എനി ചാൻസ് അത് സംഭവിച്ചാൽ, അത് സംഭവിക്കുകയാണെങ്കിൽ എന്നാണ്. ബട്ട് ഷുഡ് ദാറ്റ് ഹാപ്പൻ ബൈ എനി ചാൻസ്, ഈ ഷുഡിൻ്റെ അർത്ഥമൊക്കെ നമ്മളിങ്ങനെ നീ ഇത് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഷുഡ് ഉപയോഗിക്കുന്നതല്ല ഇവിടെ. അതിനൊരു രീതിയാണ്. ഷുഡ് ദാറ്റ് ഹാപ്പൻ ബൈ എനി ചാൻസ്, എന്തെങ്കിലും ഒരു കാരണവശാൽ സംഭവിച്ചാൽ എന്നുള്ള അർത്ഥമാണ്. യു ആക്ച്വലി ഗോട്ട് റൗണ്ട് ഹിയർ, നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ഏകദേശം ഈ ഒരു ഭാഗത്ത് എന്താണുള്ളത്? യു ഹവ് ഗോട്ട് എന്ത്? എ ബിൽറ്റ് ഇൻ സോർട്ട് ഓഫ്, അത് ഇൻബിൽറ്റ് ആയിട്ടുള്ള, നമ്മൾ പറയില്ല അങ്ങനെ, ബിൽറ്റ് ഇൻ അതിൻ്റെ വാക്ക് ശരിക്കും. ബിൽറ്റ് ഇൻ എന്താണ്? സോർട്ട് ഓഫ് ഫയർ പ്രൂഫ് ഗ്ലാസ് ഫൈബർ. അഥവാ ഇനി തീ പിടിച്ചാലും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമാതിരി ഒരു ഫയർ പ്രൂഫ് ആയിട്ടുള്ള ഗ്ലാസ് ഫൈബർ ഉണ്ട്. അപ്പോൾ ഫയർ പ്രൂഫ് ഗ്ലാസ് ഫൈബർ എന്ന് വെച്ചാൽ മെറ്റീരിയൽ ദാറ്റ് വോണ്ട് ക്യാച്ച് ഫയർ കേട്ടോ. സോ ഇറ്റ്സ് ഡിസൈൻഡ് നോട്ട് ടു ബേൺ ഡേഞ്ചറസ്ലി, ബട്ട് ജസ്റ്റ് ഇൻ കേസ് ഇറ്റ് ഹാസ് എ ഫയർ പ്രൂഫ് ലൈനിങ്. And in the lid here, there you can just see it's beginning to burn there on the edge. So it has caught. And in the lid here, there you can just see it's beginning to burn there on the edge. So it has caught. So it has caught എന്ന് വെച്ചാൽ എന്താണ് പിടിച്ചത്? തീ. It has caught fire, അല്ലെങ്കിൽ it has started burning എന്നാണ്. So it has caught എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ പറയണത്? And in the lid here, lid എന്ന് അറിയില്ലേ, lid. In the lid here, എന്നിട്ട് there you can see, അവിടെ കാണാൻ പറ്റുന്നത് ഇറ്റ്സ് ബിഗിനിങ് ടു ബേൺ, കത്താൻ തുടങ്ങിയിട്ടുണ്ട്. there on the edge, ആ എഡ്ജിൽ, അറ്റത്ത്. സോ ഇറ്റ് ഹാസ് കോട്ട്, തീ പിടിച്ചിട്ടുണ്ട്. ഷീ പോയിന്റ്സ് ഔട്ട് ദാറ്റ് ദ ചാർക്കോൾ ഇസ് നൗ സ്മോൾഡറിങ് പ്രോപ്പർലി, നന്നായിട്ട് എരിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അടുത്തെന്താ പറയണേ? Put that back on, and before it starts to get too warm, slip it back inside the slipper. Put that back on, തിരിച്ചിട അതിൻ്റെ ഉള്ളിക്കത്. And before it starts to get too warm, slip it back inside the slipper. നന്നായിട്ട് തീ പിടിച്ച് കത്തി നല്ല ചൂടാവുന്നതിന് മുമ്പ്, ബിഫോർ ഇറ്റ് സ്റ്റാർട്ട്സ് ടു ഗെറ്റ് ടു വാം, ഭയങ്കര ചൂട് കൂടുന്നതിന് മുമ്പ്, സ്ലിപ്പ് ഇറ്റ് ബാക്ക് ഇൻസൈഡ് ദ സ്ലിപ്പർ. സ്ലിപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ കയറ്റുക, നമ്മൾ ഇങ്ങനെ പറയാം, എന്തെങ്കിലും സാധനം സ്ലിപ്പ് ചെയ്ത് വെക്കില്ലേ, അതാണ് സ്ലിപ്പ് ചെയ്യാന്ന് പറയുക. നമ്മൾ എന്തെങ്കിലും സാധനത്തിൻ്റെ ഉള്ളിലേക്ക് സ്ലിപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ സ്ലിപ്പറിൻ്റെ ഉള്ളിലേക്ക് അത് സ്ലിപ്പ് ചെയ്ത് വെക്കുക. സ്ലിപ്പ് ഇറ്റ് ബാക്ക് ഇൻസൈഡ് ദ സ്ലിപ്പർ. ഷി പുട്ട്സ് ദ ലിഡ് ബാക്ക് ആൻഡ് returns the burning charcoal into the slipper before it gets too hot. എന്താ പറയണം പിന്നെ? That bit is insulated so the heat doesn't come through too much, just enough to keep you warm. That bit is insulated so the heat doesn't come through too much, just enough to keep you warm. Insulated എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഹീറ്റ് കടക്കാണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഇൻസുലേറ്റ് ചെയ്യുക എന്ന് പറയുക. The slipper is designed so it doesn't get dangerously hot, just comfortably warm. അതാണ് അവർ ഉദ്ദേശിച്ചത്. ഒന്നുകൂടെ സെൻറ്റൻസ് നോക്കാം. That bit is insulated. ഹീറ്റ് പുറത്തേക്ക് പോവാണ്ട് അത് ഉള്ള സെറ്റപ്പ് അതിലുണ്ട്. So the heat doesn't come through too much. കുറച്ചധികം ഹീറ്റ് പുറത്തേക്ക് വന്നാൽ നമ്മുടെ കാല് പൊള്ളി പോലെ, അങ്ങനെ വരാതിരിക്കാനുള്ള ഇൻസുലേഷൻ അതിലുണ്ട്. Just enough, അത്യാവശ്യത്തിന് മാത്രമേ വരുള്ളൂ. To keep you warm, നമ്മളെ വാം ആക്കി വെക്കേണ്ട എത്രയാണ് വേണ്ടേ അത്രയും മാത്രം വന്നിട്ട് ഉള്ളൊരു സെറ്റപ്പ് അതിനുണ്ട്. ദ ബിറ്റ് ഇസ് ഇൻസുലേറ്റഡ് സോ ദ ഹീറ്റ് ഡസൻറ്റ് കം ത്രൂ ടു മച്ച്. കുറേ ഇങ്ങോട്ട് വരില്ല, ആവശ്യത്തിന് മാത്രം, ജസ്റ്റ് ഇനഫ് ടു കീപ് യു വാം. Then you've got some jolly pretty bright blue slippers to pad around on a nice cold day. ഈ ജോളി പ്രിറ്റി അങ്ങനെ പറയണം, ഇതൊക്കെ ഞാൻ പണ്ടത്തെ ഓരോ സ്ഥലത്ത് കേൾക്കാറുണ്ട്. ഒരു ബ്രിട്ടീഷ് ക്ലാസ് റൂമോ അങ്ങനെ എന്തോ ഒരു ക്ലാസ് റൂം ഇംഗ്ലീഷോ ഞാൻ മറന്നു, അങ്ങനെ എന്തോ ഒരു സീരീസ് പണ്ട് BBC ആണെന്ന് തോന്നുന്നു നമ്മൾ കാണാറുണ്ടായിരുന്നു. അതിലിങ്ങനെ ഒരു ടീച്ചറും കുറേ രാജ്യത്ത് നിന്ന് വന്നിട്ടുള്ള ഇംഗ്ലീഷ് സ്റ്റുഡൻസും, ഇംഗ്ലീഷ് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസും. അപ്പോൾ അതിലൊരാളിങ്ങനെ ജോളി ഗുഡ് എന്നൊക്കെ ഇടയ്ക്ക് പറയാനായിരുന്നു. ഒരു ഇന്ത്യക്കാരനാണെന്ന് തോന്നുന്നു, അത് പാകിസ്ഥാനിയാണോ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ പാകിസ്ഥാനിയാണെന്ന് തോന്നുന്നു അയാൾ. അപ്പോൾ അങ്ങനെ ഈ പണ്ടത്തൊക്കെ ഈ ജോളി എന്നുള്ള വാക്ക് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യായിരുന്നു. ജോളി പ്രിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? വെരി പ്രിറ്റി. അപ്പോൾ ഭയങ്കര ഓൾഡ് ഫാഷൻഡാണ്. ഇപ്പോൾ ജോളി ഗുഡ്, ജോളി പ്രിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ നമ്മളെ നോക്കും, എവിടുന്ന് ഇറങ്ങി വന്നതാണ്.
ടു പാഡ് അറൗണ്ട് എന്ന് വെച്ചാലോ പതുക്കെ നടക്കുക, വാക്ക് സോഫ്റ്റ്ലി എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇനി നമുക്ക് സെൻറ്റൻസ് നോക്കാം. ദെൻ you've got some jolly pretty bright blue slippers to pad around on a nice cold day. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾക്ക് നല്ല ജോളി പ്രിറ്റി, നല്ല ഭംഗിയുള്ള ബ്രൈറ്റ് ബ്ലൂ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ സ്ലിപ്പേഴ്സ് എന്തിനു വേണ്ടിയിട്ട്? ടു പാഡ് അറൗണ്ട്, ഇങ്ങനെ പതുക്കെ നടക്കാൻ വേണ്ടിയിട്ട്. ഓൺ എ നൈസ് കോൾഡ് ഡേ, നല്ല കോൾഡ് ഡേയിലൊക്കെ ഇതിട്ടിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലിപ്പേഴ്സ് റെഡി ആയിട്ടിട്ട്. അപ്പോൾ they are attractive slippers for walking around on a chilly day. അടുത്തെന്താ പറയണേ? I think it's a very ingenious idea, and I think it's a very ingenious idea. എന്താണ് ingenious എന്ന് വെച്ചാൽ അർത്ഥം? ക്ലെവർ ആൻഡ് ഒറിജിനൽ എന്നാണ് അർത്ഥം. എന്തെങ്കിലും സാധനം നല്ല ബുദ്ധിപരമായി ചിന്തിച്ചൊക്കെ ഉണ്ടാക്കി അയാളുടെ ഒറിജിനൽ ഐഡിയ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇൻജീനിയസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഇൻജീനിയസ് ഐഡിയ. ഒരു സ്മാർട്ട് ഇൻവെൻഷൻ. ഷി തിങ്സ് ഇറ്റ്സ് എ സ്മാർട്ട് ഇൻവെൻഷൻ. The next sentence. for a nice cold day, I think it'd be absolutely marvellous. Marvelous എന്ന് വെച്ചാൽ wonderful. And for a nice cold day, I think it would be absolutely marvelous. ഒരു നല്ല തണുത്ത ദിവസത്തിന് ഇത് ഒരു അടിപൊളി ഐഡിയ തന്നെ ആയിരിക്കും എന്നാണ് ആൾ പറയണത്. ആൻഡ് ഫോർ എ നൈസ് കോൾഡ് ഡേ ഐ തിങ്ക് ഇറ്റ് വുഡ് ബി, അതാണ് ഇറ്റ് വുഡ് ബി, ഇറ്റ് വുഡ് ബി, ഇറ്റ് വുഡ് ബി absolutely marvelous. She says it would be perfect for cold weather. അടുത്തത്, In here in the studio under our hot lights, I think it's really a little bit too much. in here in the studio under our hot lights, I think it's really a bit too much, a little bit too much. എന്താ പറയണത്? in here, ഇവിടെ in the studio, ഈ സ്റ്റുഡിയോയിൽ അണ്ടർ അവർ ഹോട്ട് ലൈറ്റ്സ്, ഇവിടെ ആണെങ്കിൽ നല്ല ചൂടുള്ള ലൈറ്റ്സാ സ്റ്റുഡിയോ സെറ്റപ്പിലേ. ഐ തിങ്ക് ഇറ്റ്സ് റിയലി എ ലിറ്റിൽ ബിറ്റ് ടു മച്ച്, ഒരു ഇത്തിരി കൂടുതലാണ് ഇതിൻ്റെ ഉള്ളിൽ. പക്ഷേ ഇതൊക്കെ ഇട്ടിട്ട് ഈ തീ കത്തിച്ച് സ്ലിപ്പേഴ്സൊക്കെ ഇട്ട് നടക്കുമ്പോഴേ ഈ സ്റ്റുഡിയോ ലൈറ്റ്സിൻ്റെ കടിയിൽ കുറച്ച് കൂടുതൽ ചൂടാണെന്നാണ് ആൾ പറയണത്. ഇൻ ദ വാം സ്റ്റുഡിയോ ദ ഹീറ്റഡ് സ്ലിപ്പേഴ്സ് ആർ unnecessary. I think I'd probably be a little bit wary about walking around with two fires smouldering underneath my feet. വേറി എന്താർത്ഥം? നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുക, കുറച്ച് കോഷ്യസ് ആവുക, അല്ലെങ്കിൽ ഒരു ഇത്തിരി വറീഡ് ആവുക, സ്ലൈറ്റ്ലി വറീഡ്, ഇതൊക്കെയാണ് വേറീൻ്റെ അർത്ഥം. അപ്പം എന്താണ് പറയണത്? ആൻഡ് ഐ തിങ്ക് ഐ പ്രോബബ്ലി ബി എ ലിറ്റിൽ ബിറ്റ് വേറി അബൌട്ട് വാക്കിംഗ് അറൗണ്ട് വിത്ത് ടു ഫയേഴ്സ് സ്മോൾഡറിങ് അണ്ടർനീത്ത് മൈ ഫീറ്റ്. ആൻഡ് ഐ തിങ്ക്, എനിക്ക് തോന്നുന്നത് ഐ പ്രോബബ്ലി ബി എ ലിറ്റിൽ ബിറ്റ് വേറി, ഒരിത്തിരി കൺസേൺ ഉണ്ടാവും അല്ലേ? എന്തിനെ കുറിച്ച്? അബൌട്ട് വാക്കിംഗ് അറൗണ്ട്, ഇവിടെ നടക്കുക, എന്ത് വെച്ചിട്ട്? വിത്ത് ടു ഫയേഴ്സ് സ്മൗൾഡറിങ് അണ്ടർ മൈ ഫീറ്റ്, കാലിൻ്റെ അടിയിൽ ഇങ്ങനെ കത്തുന്ന രണ്ട് സാധനങ്ങൾ വെച്ച് നടക്കാൻ നമുക്കൊരു ഇത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? നമ്മളിങ്ങനെ ഒരു ഇത്തിരി ആകുലത ഉണ്ടാവില്ലേ? ദൈവം ഇത് പൊട്ടിത്തെറിക്കുന്നൊരു ഫീലിംഗ് ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ലേ? അതാണ് ആൾ പറയണത്. ഷി ജോക്സ് ദാറ്റ് വാക്കിംഗ് വിത്ത് ടു ലിറ്റിൽ ഫയേഴ്സ് അണ്ടർ ഹർ ഫീറ്റ് മൈറ്റ് ബി എ ബിറ്റ് റിസ്കി. അപ്പോൾ ഇത് ഈ ഫുൾ വീഡിയോൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടാണ്. ഇത് കഴിഞ്ഞ് വേറെ സാധനം കൂടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് രസമാണ്, കണ്ടു നോക്കൂ. വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ അടിപൊളി സാധനങ്ങൾ വെച്ചിട്ട് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ യൂസേജസും, നമ്മൾ ഈ കൈൻഡ് ഓഫ്, സോർട്ട് ഓഫ് എന്നുള്ള വാക്കുകളൊക്കെ കണ്ടില്ലേ, അതുപോലെ ബി എ ലിറ്റിൽ വേറി അല്ലെങ്കിൽ മാർവലസ്, ഇങ്ങനത്തെ കുറേ നമ്മൾ പുതിയ വാക്കുകൾ പഠിക്കുന്നുണ്ട്. പിന്നെ കാഷ്വലായിട്ട് അവർ ഉപയോഗിക്കുന്ന രീതി, ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ടിപ്പിക്കൽ ഇങ്ങനെ ഗ്രാമർ ലെസൺസ് അല്ലാണ്ട് ഇങ്ങനത്തെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ കുറേ പേര് ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് 90 ഡേ കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സ് എടുക്കാനാണെങ്കിൽ എനിക്ക് ഇമെയിൽ അയച്ചാൽ മതി. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മലയാളം മീഡിയത്തിൽ നിന്ന് വരികയാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ബേസിക്സ് അറിയില്ല, പക്ഷേ പക്കായിട്ട് ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ കോഴ്സ് എടുക്കുക. വേറൊരു കോഴ്സ് നിങ്ങൾ അതിന് മുകളിൽ എടുക്കണ്ട. ആ കോഴ്സ് എടുത്താൽ എല്ലാം ക്ലിയർ ആവും. പ്രാക്ടീസ് അതിൻ്റെ കൂടെ വേണം അല്ലേ? നമുക്ക് പഠിപ്പിച്ച് തരാനല്ലേ പറ്റുള്ളൂ, പക്ഷെ നമുക്ക് കാര്യങ്ങൾ ഫ്ലുവൻ്റ് ആവാൻ വേണ്ടി പ്രാക്ടീസ് വേണം. അതിനുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. കുറച്ച് ഉത്സാഹമുള്ള ആൾക്കാർ മാത്രം എടുക്കുക, വേണോ വേണ്ടയോ എന്നുള്ള ആൾക്കാരാണെങ്കിൽ എടുക്കണ്ട. യൂട്യൂബൊക്കെ കണ്ടു പഠിച്ചാൽ മതി. ആ ഒരു ഭയങ്കര ഒരു നമുക്ക് അതിയായ ആഗ്രഹമുള്ള ആൾക്കാർ എടുത്തോളൂ, നല്ല ഉപകാരം ഉണ്ടാവും. എടുത്തുള്ള ആൾക്കാർക്ക്, തീർത്തിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട കോഴ്സാണ്. ഒരു കാരണവശാലും നിങ്ങളുടെ കാശ് പോവില്ല. ഓക്കെ,
ചെയ്തിട്ടുണ്ടെങ്കിൽ കാശ് പോവില്ല. കോഴ്സ് ചെയ്യാണ്ട് ആദ്യത്തെ ദിവസം ഒന്ന് തുറന്നു നോക്കി പിന്നെ അടുത്ത മാസമാണ് വരുന്നതെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ എടുക്കണ്ട. കാരണം അങ്ങനത്തെ സ്റ്റുഡൻസിനല്ല എനിക്ക് വേണ്ടത്. നല്ല പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളല്ലേ ടീച്ചർമാർക്ക് ഇഷ്ടമുണ്ടാവുക. അത് പഠിക്കാൻ കഴിവ് കുറവാണെങ്കിലൊന്നും പ്രശ്നമില്ല. അധ്വാനിക്കാൻ തയ്യാറാണോ, ഞാൻ എൻ്റെ കൂടെ കൂടിക്കോളൂ. നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് നല്ല അടിപൊളിയാക്കാൻ പറ്റും. നമുക്കൊരു 6 months വേണം. 3 months കോഴ്സ് തീരും. പിന്നെ വേറെയും കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായി ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. എല്ലാം കോഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഇമെയിൽ അയക്കുക. പെട്ടെന്ന് ചെയ്യണം കേട്ടോ. പറയണ പോലെ 15 മിനിറ്റ് എല്ലാ ദിവസവും മാറ്റി വെച്ചാൽ തീർക്കാൻ പറ്റും നമുക്ക് കോഴ്സ്. പിള്ളേരൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്, ഇപ്പോൾ എടുക്കുന്ന പിള്ളേരൊക്കെ. അതിൽ സന്തോഷമുണ്ട്. ഇനി അതല്ല, ചിലർക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം അറിയാം, പക്ഷേ നമുക്ക് സംസാരിക്കാൻ വായിൽ വരാത്ത അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 30 days ഇംഗ്ലീഷ് കോഴ്സ് എടുക്കുക. 30 day ആയിട്ടുള്ള കോഴ്സാണിത്. 30 ദിവസവും നമുക്ക് കോഴ്സ് ഉണ്ടാവും. അതൊരു 20-25 മിനിറ്റ് ഓരോ ദിവസം പ്രാക്ടീസിന് വേണ്ടി മാറ്റി വയ്ക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ നമ്മൾ സാധാരണ നമ്മളൊരു ഭാഷ പഠിക്കണത് എങ്ങനെയാണ്, കുട്ടികളൊക്കെ ഭാഷ പഠിക്കുന്നത് എങ്ങനെയാണ്, കുറേ കേട്ട് നമുക്കതിനെ ഒരു ഏകദേശം ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇത് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മളെടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങും. ഈ ഒരു ടെക്നിക്കാണ്. ഇത് കുട്ടികളുടെ കോഴ്സല്ല കേട്ടോ. കുട്ടികളെ പോലെ ഭാഷ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. കുട്ടികൾക്കുള്ള കോഴ്സ് വേറെ വരാറുണ്ട് കുറേ പേര്. ഒരു 5th graders അങ്ങനത്തെ ഒരു 5ാം ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് കുട്ടിയുടെ ലെവലെങ്കിൽ ഒരു കോഴ്സ് ഉണ്ട്. അത് 5ാം ക്ലാസ്സിൽ ഉള്ള 5ാം ക്ലാസ് 6ാം ക്ലാസ് ആ ഒരു ലെവലിലൊക്കെ ഉള്ള കുട്ടികൾക്ക് എന്തൊക്കെ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം ആ ഒരു ലെവലിൽ എന്ന് നോക്കിയിട്ട് കുറേ ടോപ്പിക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് നല്ലൊരു കോഴ്സാണ്. ഇംഗ്ലീഷ് ആ കുട്ടികൾക്ക് നല്ലൊരു റിവിഷനും പിന്നെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ മനസ്സിലാക്കാനും കുറേ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സാകുമ്പോൾ അതിൽ കുറേ ആക്ടിവിറ്റീസാണ്. അവർക്ക് സാധാരണ അഡൽസ് കോഴ്സ് പോലെയല്ല, വേറെ രീതിയിലാണ് പഠിക്കേണ്ടത്. അങ്ങനത്തെ ഒരു കോഴ്സാണ്. ഇനി ചെറിയ വാവകൾക്ക് ഇംഗ്ലീഷൊക്കെ പഠിച്ചു തുടങ്ങണേ, 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സ് അങ്ങനത്തെ കുട്ടികൾക്ക് ജോളി ഫോണിക്സിൻ്റെ കോഴ്സ് ഉണ്ട്. യൂട്യൂബിലാണത്. അത് മെമ്പർഷിപ്പ് എടുത്താൽ കിട്ടും. മെമ്പർഷിപ്പ് എത്രയാണ്, മന്ത്ലി 150 rupees അങ്ങനെ എന്തോ ആണ്. യൂട്യൂബ് ഓരോ സ്ഥലത്തും ഓരോരോ എമൗണ്ട് അല്ലേ കൊടുക്കുക. അപ്പോൾ ഇന്ത്യയിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു, നോക്കി നോക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. പാരൻസ് കൂടെ ഇരുന്ന് ചെയ്യേണ്ട കോഴ്സാണിത്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. 30 day കോഴ്സ് ആണെങ്കിൽ അത് ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ട, വാട്സപ്പ് മെസ്സേജ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്പർ താഴെ കൊടുക്കാം. 90 day കോഴ്സ് ആണെങ്കിൽ ഇമെയിലാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ഇമെയിൽ ഐ ഡി താഴെ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ. അടുത്ത ദിവസം വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.